ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, വെണ്ടയ്ക്ക പച്ചടി. അപ്പൊ വെണ്ടയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു വെജിറ്റബിൾ ആയിരിക്കും. അപ്പൊ വെണ്ടയ്ക്ക പച്ചടി എല്ലാവരുടെയും ഫേവറേറ്റ് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പച്ചടി, അല്ലേ? അപ്പൊ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് ആദ്യം വെണ്ടയ്ക്ക ഒന്നങ്ങ് വറുത്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ വെണ്ടയ്ക്ക വറുക്കാൻ പാകത്തിനാണ് കേട്ടോ. അപ്പൊ മാക്സിമം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോ അതിലേക്ക് ഒരു 15 വെണ്ടക്ക ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചത് ചേർക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇനി ഈ വെണ്ടയ്ക്ക ഒന്നങ്ങ് വറുത്തെടുക്കാം. അപ്പൊ ഈ വെണ്ടയ്ക്ക അത്യാവശ്യം ഒന്നങ്ങ് ഫ്രൈ ആയി വരണം. അപ്പൊ അപ്പോഴാണ് നമ്മുടെ പച്ചടിക്ക് അതിൻ്റെതായ ഒരു കറക്റ്റ് സ്വാദ് ഉണ്ടാവുക. അപ്പൊ ഇത് ഇത്രയും മതി കേട്ടോ. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി ഞാൻ ഇതിന് ഒരു കൈപ്പിടി തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി 1 കപ്പ് തൈര് കൂടി ഒന്നങ്ങ് വിപ്പ് ചെയ്ത് ചേർക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ പച്ചടിക്ക് ആവശ്യമായ എല്ലാ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ആദ്യം നമുക്ക് കടുക് ഒന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ ആദ്യം വെണ്ടക്കായ വറുത്ത സെയിം എണ്ണയാണ് കേട്ടോ. ഇനി അതിന്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തു വെച്ച വെണ്ടക്കായ, പിന്നെ നമ്മുടെ തൈരിന്റെ കൂട്ട്, ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പുകൂടി ഒന്നങ്ങ് കറക്റ്റ് ചെയ്യാം. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒരു അടിപൊളി ഓണ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ചിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.